ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ കാഷ്യൂ ആപ്പിളും കൊണ്ട് ഒരു ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഈ കാഷ്യൂ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ വേർപെടുത്തി എടുത്തതിന് ശേഷം ഈ ആപ്പിൾ നമ്മൾ കളയുവാണ് ചെയ്യാറ്. ഇതിനങ്ങനെ പോഷകമൂല്യം ഒരുപാടുള്ളതാണ്, പക്ഷെ അങ്ങനെ ആരും ഇത് കൊടുക്കാറില്ല. അതുകൊണ്ട് ഇത് എടുത്തതിന് ശേഷം അങ്ങ് കളയാറാണ് പതിവ്. ഇത് പൊതുവെ വെറുതെ കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതിന് ചെറിയൊരു കമർപ്പായതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിക്കാറില്ല. അപ്പം വെറുതെ കളയുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു നാരങ്ങയിൽ അടങ്ങിയേക്കുന്ന വൈറ്റമിൻ സിയുടെ 10 മടങ്ങ് കൂടുതൽ ഇത് അതായത് ഈ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കശുവണ്ടിയിൽ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതാരും കളഞ്ഞേക്കരുത്. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കാഷ്യൂ ആപ്പിൾ ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2 മീഡിയം സൈസ്, അത്യാവശ്യം ഒരു വലുതും ഒരു മീഡിയം സൈസ് ഒരു കാഷ്യൂ ആപ്പിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതഞ്ഞതാണ് ഇത്, നിലത്ത് വീണ് അത്രയും പൊക്കത്തിൽ നിന്ന് നിലത്ത് വീണ് ചതഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ശകലം മാറ്റി വെച്ചത്, ചതഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇപ്പം തന്നെ ജ്യൂസ് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ കാഷ്യൂവും കൊണ്ട് ഞാൻ തീയലുണ്ടാക്കിയതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ഓടിപ്പോയെന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അതുപോലെ തന്നെ ഇതിന് മധുരത്തിനായിട്ട് നമ്മൾ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവേ. വെള്ളം ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത കാഷ്യൂ ആപ്പിളിൻ്റെ ആ പൾപ്പില്ലേ, അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ഇതൊന്നും ചായ അരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് പൊതുവെ പറയാറ്. നമ്മളിതാ ഇതുപോലെ ഒരു അരിപ്പയും കൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കാഷ്യൂ ആപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.